+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 1 സെറ്റ്സ്. ദിസ് ഇസ് പാർട്ട് 5. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സെറ്റ്, സൂപ്പർ സെറ്റ്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ആൻഡ് പവർ സെറ്റ്. ഞാനിവിടെ 2 സെറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് such that x is a prime number and a divisor of 6. Which are prime numbers? Prime numbers are 2, 3, 5, 7, 11, etc. And b equal to set of all x such that x is a natural number and a divisor of 6. Natural numbers are 1, 2, 3, 4, 5, etc. അപ്പോൾ നമ്മൾ ആദ്യം 6ൻ്റെ ഡിവൈസേഴ്സ്, 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കാം. ഫാക്ടേഴ്സ് ഓഫ് 6 ആർ 1, 2, 3, 6. ഈ ഫാക്ടേഴ്സിൽ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കുന്നത്? 2 and 3. So A is equal to set 2, 3. Okay, now B, natural number and divisor of 6. So what is set B? B is equal to set 1, 2, 3, 6. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, A എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്ത് പ്രൈം നമ്പർ ആയിരിക്കണം, ഡിവൈസർ ഓഫ് 6 ആയിരിക്കണം. 2 കണ്ടീഷൻസ് ഉണ്ട്. ഡിവൈസർ ഓഫ് 6 ആൻഡ് X is a prime number. So A consists elements 2, 3. Now B is the set of all x such that x is a natural number and a divisor of 6. അപ്പോൾ ബിൻ്റെ അകത്ത് ഈ എല്ലാ എലമെൻസും ഉണ്ടാകും. സോ ബി is equal to സെറ്റ് 1, 2, 3, 6. ഇനി നമ്മൾ ഈ 2 സെറ്റിനെ ഒന്ന് കമ്പയർ ചെയ്യാം. ഇതിലെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. എ സെറ്റ് 2, 3, ബി is സെറ്റ് 1, 2, 3, 6. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എയും ബിയും തമ്മിൽ? എൻ്റെ അകത്ത് 2, 3 ഉണ്ട്, ബിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ഇരിക്കുന്നത് 1, 2, 3, 6. എന്താ റിലേഷൻ? ഇവിടുത്തെ എല്ലാ എലമെൻറ്റും ഇതിൻ്റെ അകത്തുണ്ട് അല്ലേ. 2 belongs to A and 2 belongs to B. 3 is an element of A, 3 is an element of B. എയിലെ എല്ലാ എലമെൻറ്റും ബിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ സെറ്റിനെ നമ്മളൊരു പ്രത്യേക പേര് വിളിക്കും. എന്തായിരിക്കും അത്? സബ്സെറ്റ് എന്നാണ് വിളിക്കുന്നത്. എവറി എലമെൻറ്റ് ഓഫ് A is an element of B, then A is called a subset of B. Okay, A നെ വിളിക്കുന്ന പേരെന്താ? Subset. A is a subset of B. We write it as A is a subset of B. A is a subset of B. ഇതുപോലെയാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. That is, A is subset of B if A belongs to A implies. ഇത് വായിക്കേണ്ടത് implies. A belongs to A implies A belongs to B. അതായത് ഒരു എലമെൻറ്റ് എയിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ എലമെൻറ്റ് ബിൻ്റെ അകത്തും ഉണ്ടാവണം. ആ സമയത്താണ് എ ഇസ് സബ്സെറ്റ് ഓഫ് ബി ആവുക. ഓക്കെ, എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എ ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എ ബിലോങ്സ് ടു ബി. നമുക്ക് ഡെഫിനിഷൻ എഴുതാം. ലെറ്റ് എ ആൻഡ് ബി ബി 2 സെറ്റ്സ്. ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഇസ് ആൻ എലമെൻറ്റ് ഓഫ് ബി, then A is called a subset of B and we write A subset of B. Subset പറയുന്ന സമയത്ത് ഈക്വൽ ടു ബിയും ആവാം. A is equal to B ആവാം. ഓക്കെ, നമുക്ക് ഈക്വൽ അല്ലാത്ത സെറ്റും ആവാം. അതിന് നമ്മളൊരു പ്രത്യേക പേര് വിളിക്കും. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, A is a subset of B. A not equal to B എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്ന സബ്സെറ്റിന് ഒരു പ്രത്യേക പേരുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് if every element of A is an element of B, then A is a subset of B. ഇതിനെ നമ്മൾ ഇതുപോലെയും വായിക്കാം. A is contained in B. A is a subset of B if whenever A belongs to A, then A belongs to B. A is a subset of B if A is an element of A implies that A is also an element of B. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. ഇതുപോലെ ഓർത്ത് വെക്കണം. A is a subset of B if A belongs to A implies A belongs to B. ഒരു എലമെൻറ്റ് എയിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് ബിയിലും ഉണ്ടാവണം. ഓക്കെ, ഇവിടെ ഒരു വലിയ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഏതാ സെറ്റ്? ഇതാണ് ഞാൻ പറയാൻ പോകുന്ന വലിയ സെറ്റ്. ഈ ലൈറ്റ് യെല്ലോ കളർ പെയിൻ്റ് അടിച്ച ഈ വലിയ സെറ്റാണ്. അതിൻ്റെ അകത്തൊരു കുഞ്ഞു സെറ്റും കൂടി ഉണ്ട്. ഇത് ഏത് സെറ്റാണ്? ഈ വലിയ സെറ്റ് ഏതാ? സെറ്റ് ഓഫ് ഓൾ. ഓക്കെ, ഇതെന്താ? ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ. അപ്പോൾ എന്തായിരിക്കും ഈ സെറ്റിൻ്റെ അകത്ത് ഉണ്ടാവുക? ഇതും ഈ വലിയ സെറ്റിൻ്റെ അകത്ത് ഉൾപ്പെടും. ഓക്കെ, സോ ദിസ് സെറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ പോളിഗൺസ്. ഞാനിപ്പോൾ ഇവിടെ 4 മാത്രമേ വരച്ചിട്ടുള്ളൂ സൗകര്യത്തിന്. ഇത് 4 അല്ലാതെ വേറെയും പോളിഗൺസ് ഉണ്ട്. ഹെപ്റ്റാഗൺ, ഒക്ടാഗൺ, നാനോഗൺ, ഡെക്കാഗൺ, എക്സെട്ര. എല്ലാ n ഗൺസും ഈ സെറ്റിൻ്റെ അകത്തുണ്ട്. ഇനി ഈ സെറ്റിൻ്റെ അകത്ത് വരുന്ന ഒരു ചെറിയ സെറ്റാണ് ഇതല്ലേ. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന പോളിഗൺസിൻ്റെ സ്പെഷ്യാലിറ്റി മനസ്സിലായോ? ഇത് ഏത് പോളിഗണാ?
equilateral triangle. Square. This is regular pentagon. This is regular hexagon. Okay, ഇതെല്ലാം regular polygon ആണ്. ഇവിടെ ഇരിക്കുന്നതെല്ലാം എന്താണ്? Irregular polygon ആണ്. ഏതാ കാണാൻ ഭംഗി? ഇതും ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇതാണ് നല്ല ഭംഗിയുള്ളത് അല്ലേ? ഓക്കെ, ഇതും ഇതും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് റെഗുലർ ആയ പോളിഗൺസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റഡി റെഗുലർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കും നല്ല ഭംഗിയുണ്ടാകും. അപ്പം നിങ്ങൾ 24 മണിക്കൂറുണ്ടല്ലോ ഒരു ദിവസം, അതിൽ 1 മണിക്കൂർ നിങ്ങൾ മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് നീക്കി വെക്കണം. ഓക്കെ, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പം റെഗുലറായിട്ട് പഠിക്കാം. ഓക്കെ, സ്റ്റഡി റെഗുലർലി. വലിയ സെറ്റിൻ്റെ അകത്ത് റെഗുലർ പോളിഗൺസും ഉണ്ടാകും, ഇറെഗുലർ പോളിഗൺസും ഉണ്ട്. ഈ വലിയ സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോളിഗൺസ്. ഈ ചെറിയ സെറ്റ് ഏതാ? സെറ്റ് ഓഫ് ഓൾ റെഗുലർ പോളിഗൺസ്. സോ ദിസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദിസ് സെറ്റ്. ദാറ്റ് ഈസ് റെഗുലർ പോളിഗൺ ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ പോളിഗൺസ്. നമ്മൾ മനസ്സിലാക്കി വെച്ച കാര്യം ഇതാണ്. സെറ്റ് ഓഫ് ഓൾ റെഗുലർ പോളിഗൺ ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ പോളിഗൺസ്. സൂപ്പർ സെറ്റ്. ഓക്കെ, സബ്സെറ്റ് പറയുന്ന സമയത്തൊക്കെ അവിടെ ഒരു ടേം വരും, സൂപ്പർ സെറ്റ്. If A is a subset of B, then B is called the superset of A. Okay, if A is a subset of B, then B is the superset. A subset of B implies B is superset of A. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാനുണ്ട് ഇവിടെ. Suppose A is equal to set 3, 5. We know that set 3, 5 is a subset of set 3, 5. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ എലമെൻറ്റ്സ് എല്ലാം ഇവിടെയുണ്ട്. So A is a subset of A. അതുപോലെ തിരിച്ചും പറയാം നമുക്ക്. സെറ്റ് 3, 5 കണ്ടെയ്ൻസ് സെറ്റ് 3, 5. ഈ എലമെൻറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. സോ സെറ്റ് 3, 5 ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് സെറ്റ് 3, 5. സോ എ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. അപ്പോൾ എയുടെ സബ്സെറ്റ് എന്നും പറയാം, എയുടെ സൂപ്പർ സെറ്റും നമുക്ക് പറയാൻ പറ്റും. വേറൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. സെറ്റ് 1, 3 നന്നായിട്ട് ശ്രദ്ധിക്കണേ. സെറ്റ് 1, 3 ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1, 2, 4. എന്തുകൊണ്ടാണ്? ഈ എലമെൻറ്റ് 3 ഇതിൻ്റെ അകത്തില്ല. ഇവിടെ ഇരിക്കുന്ന എലമെൻറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ മാത്രമേ സബ്സെറ്റ് ആകൂ. ഇത് നമ്മൾ നോട്ട് എ സബ്സെറ്റ് എന്ന് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെയാണ്. സബ്സെറ്റ് എഴുതണം, ഒരു ചെറിയ ലൈൻ അതിൻ്റെ മുകളിൽ വരക്കണം. നോട്ട് ഈക്വൽ ടു, നോട്ട് ആൻ എലമെൻറ്റ് എന്നൊക്കെ ഡിനോട്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെ നോട്ട് എ സബ്സെറ്റ്. ഈ 3 ഇതിൻ്റെ അകത്ത് ഇല്ല. സോ സെറ്റ് 1, 3 ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1, 2, 4. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, null set. This is null set. Null set is a subset of set 3, 5. ഇത് നോട്ട് എ സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ ഒരു സെറ്റ് നോട്ട് എ സബ്സെറ്റ് ആവുന്നപ്പോഴാണ് ഇവിടുത്തെ എലമെൻറ്റ് ഇവിടെ ഉണ്ടാകത്തില്ല. അതുപോലെ ഇരിക്കുന്ന എലമെൻറ്റ്സ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. നൾ സെറ്റിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ എലമെൻറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. നോട്ട് എ സബ്സെറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 3, 5. നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1, 2, 4. ഏത് സെറ്റ് വേണമെങ്കിൽ എടുക്കാം. സോ നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എനി സെറ്റ് എ. ഓക്കെ, നൾ സെറ്റ് ഇസ് എ empty set is a subset of every set A. Now let A equal to set A, B, C, D and B equal to set C, D, B, A. Elements ഒന്ന് ശ്രദ്ധിച്ചേ. A, B, C, D. ഇവിടെ ഇരിക്കുന്ന എന്താ? A, B, C, D. ഓക്കെ, ഇവിടുത്തെ എലമെൻറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. സോ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, എയുടെ അകത്ത് എ, ബി, സി, ഡി. ബിൻ്റെ അകത്ത് ഇരിക്കുന്ന എന്താ? എ, ബി, സി, ഡി. ഓർഡർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. സോ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. And clearly these are elements of B. These are also elements of A. So B is a subset of A. So here A is a subset of B and B is a subset of A. So it is clear that A is equal to B. That is, if A is subset of B and B is a subset of A, implies A is equal to B. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നോട്ട്സ് ആയിട്ട് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. First one, every set A is a subset of itself. A is a subset of A. Every set A is a superset of itself. A is a superset of A. Third one, the empty set is a subset of every set. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണേ, പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കണേ. Null set is a subset of A. Now fourth one, if A is not a subset of B, we write A is not a subset of B. Fifth one, if A is a subset of B and B is a subset of A, then A is equal to B.
നമ്മൾ ഓൾറെഡി പഠിച്ച കുറച്ച് സെറ്റ്സ് ഉണ്ട്. അതിൻ്റെ സൂപ്പർ സെറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം അല്ലേ. നാച്ചുറൽ നമ്പർ സെറ്റിൻ്റെ സൂപ്പർ സെറ്റ് ഏതാ പറഞ്ഞു നോക്കട്ടെ. സെറ്റ് ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ്. ഓക്കെ, നാച്ചുറൽ നമ്പർ എൻ, സബ്സെറ്റ് ഓഫ് ഡബ്ല്യു. ഡബ്ല്യുവിൻ്റെ ഒരു സൂപ്പർ സെറ്റ് ഏതാ? സെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. ഡബ്ല്യു ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഇൻറ്റീജേഴ്സ്. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. നൗ ഇൻറ്റീജേഴ്സിൻ്റെ സൂപ്പർ സെറ്റ് ഏതാണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. റാഷണൽ. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. സെറ്റ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ആർ. ഇത് കൂടാണ്ട് നമ്മൾ വേറൊരു സെറ്റും കൂടി പഠിച്ചിട്ടുണ്ട്. അത് ഏത് സെറ്റാ? ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, റാഷണൽ നമ്പറിനെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുമോ? ഇല്ല. എ നമ്പർ ഇസ് സെറ്റ് ടു ബി ഇറാഷണൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് റാഷണൽ. സോ ക്യൂ, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സും സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും ഒരു സൂപ്പർ സെറ്റ് ഉണ്ട്. അതേതാ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചതിൽ വെച്ചിട്ട് സൂപ്പർ സെറ്റ് ഏതാണ്? റിയൽ നമ്പേഴ്സ് ആണ്. ആ സെറ്റിൻ്റെ അകത്ത് ഈ എല്ലാ സെറ്റും ഉണ്ട്, ഇതും ഉണ്ട്. ഓക്കെ, എല്ലാ റാഷണൽ നമ്പേഴ്സും ഉണ്ടാകും, എല്ലാ ഇറാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിൻ്റെ അകത്ത് വരും. n is a subset of w, n is a subset of z, n is a subset of q, n is a subset of r. ഇപ്പോൾ n ഇതിൻ്റെ ഒക്കെ സബ്സെറ്റ്സ് ആണ്. ഡബ്ല്യുവിൻ്റെ കാര്യം നോക്കിയാലോ. w is a subset of z, w is a subset of q, w is a subset of r. ഇനി z is a subset of q, z is a subset of r, q is a subset of r. ഇനി ബാക്കിയുള്ളത് ഏതാണ്? സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്, t is a subset of r. ഇതൊന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം. n സബ്സെറ്റ് ഓഫ് w സബ്സെറ്റ് ഓഫ് z ഇസ് എ സബ്സെറ്റ് ഓഫ് q ഇസ് എ സബ്സെറ്റ് ഓഫ് r. ഇനി ഇവിടെ ഒരു സെറ്റും കൂടി നമ്മൾ എഴുതും. അത് 5ാമത്തെ ചാപ്റ്റർ കഴിയണം. സബ്സെറ്റ് ഓഫ് c എന്ന് എഴുതും. എന്താ c? സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. അത് നമ്മൾ 5ാമത്തെ ചാപ്റ്റേഴ്സിൽ പഠിക്കും. ഇതിനേക്കാളും വലിയൊരു സെറ്റ് ഉണ്ട് ഇവിടെ, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. n is not a subset of t, w is not a subset of t, z is not a subset of t, q is not a subset of t. Now let a equal to set 1 2. ഇതിൻ്റെ സബ്സെറ്റ്സ് നമുക്കിപ്പോൾ ലിസ്റ്റ് ചെയ്യാം. ഇതിന് ഏതൊക്കെ സബ്സെറ്റ്സ് ഉണ്ടാകും? സബ്സെറ്റ്സ് ഓഫ് എ ആർ empty set is a subset of a. Empty set is subset of every set. Empty set is a subset of a. Now consider set 1. ഒറ്റൊരു എലമെൻ്റ് ഇരിക്കുന്ന സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്. സെറ്റ് 1 is a subset of set 1 2. Set 2 is a subset of set 1 2 and set 1 2 is a subset of set 1 2. So subsets of A are null set, set 1, set 2 and set 1 2. Okay. Now consider A is equal to set 1 2 3. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്ന ചെറിയ സെറ്റാണ് എടുത്തിരിക്കുന്നത് അല്ലേ. സെറ്റ് 1 2 3. Now subsets of A are ഏതൊക്കെയാണ് പറഞ്ഞു നോക്കട്ടെ. null set, set 1, set 2, set 3. ആദ്യം എംപ്റ്റി സെറ്റ് എടുത്തു, പിന്നെ എടുത്തിരിക്കുന്നത് ഒറ്റൊരു എലമെൻ്റ് ഇരിക്കുന്ന സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്സ് ആണ്. ഇതെല്ലാം എയുടെ സബ്സെറ്റ്സ് ആണ്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് 2 എലമെൻറ്റ്സ് വരുന്ന സെറ്റ്സ് ആണ്. സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 2 3. ഓക്കെ, ഇത് കൂടാണ്ട് ഒരു സബ്സെറ്റും കൂടി ഉണ്ട്. അതേതാ? ഹോൾ സെറ്റ്, അതായത് സെറ്റ് 1 2 3. ഇതൊക്കെയാണ് സബ്സെറ്റ്സ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഈസ് 2, നമ്പർ ഓഫ് സബ്സെറ്റ്സ് 4. എയിൻ്റെ അകത്ത് 2 എലമെൻറ്റ്സ് ഉണ്ട്, അന്നേരം നമ്പർ ഓഫ് സബ്സെറ്റ്സ് 4 ആണ്. എയിൻ്റെ അകത്ത് 3 എലമെൻറ്റ്സ് ഉണ്ട്, n ഓഫ് എ ഈസ് 3. വാട്ട് ഈസ് നമ്പർ ഓഫ് സബ്സെറ്റ്സ്? ഇവിടെ എത്ര സബ്സെറ്റ്സ് ഉണ്ട് നോക്കി. 8. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു 8. അതും കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ടതുണ്ട്. n of a is 2, number of subsets is 4. n of a is 3, number of subsets is 8. ഇപ്പോൾ നമ്മളിവിടെ n of a 2 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. ഇപ്പോൾ നമ്മൾ n of a 1ഉം നൾ സെറ്റും കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. ഇഫ് a is equal to set 1, ഓക്കെ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ is 1. സെറ്റ് 1ൻ്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാണ്? നൾ സെറ്റ് ആൻഡ് സെറ്റ് 1. ഈ 2 സബ്സെറ്റ്സ് ആണ് എ എന്ന് പറഞ്ഞ സെറ്റിനുള്ളത്. ഇനി എ നൾ സെറ്റ് ആയല്ലോ, ഇതിൻ്റെ സബ്സെറ്റ് ഏതാ? നൾ സെറ്റ് മാത്രമാണ്. ഇതിനൊറ്റൊരു സബ്സെറ്റ് മാത്രമേ ഉള്ളൂ, അത് നൾ സെറ്റ് തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വേറെ സബ്സെറ്റ്സ് ഒന്നും എഴുതാൻ പറ്റില്ല. ഇത് ഇതിൻ്റെ തന്നെ സബ്സെറ്റാണ്. സോ സബ്സെറ്റ് ഈസ് നൾ സെറ്റ്. ഹിയർ n of a is 1, number of subsets is 2. In this case n of a is 0, number of subsets is 1.
ഇപ്പോൾ നമ്മൾ ഏതൊക്കെ എക്സാമ്പിൾസ് നോക്കി? n of a 0, n of a 1, n of a 2, n of a 3. ഈ 4 നോക്കി. നമുക്ക് ഒരെണ്ണം കൂടി നോക്കിയേക്കാം. ഇഫ് a is equal to set 1, 2, 3, 4, then subsets are. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് സമയം എടുക്കും, എന്നാലും നമുക്കിത് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെ സബ്സെറ്റ്സ് വരും? നൾ സെറ്റ്. ഫസ്റ്റ് വൺ നൾ സെറ്റ്. ദെൻ സിംഗിൾട്ടൺ സെറ്റ്സ്. എത്ര സിംഗിൾട്ടൺ സെറ്റ്സ് ഉണ്ട്? 4 ഉണ്ടാകും. 4 എലമെന്റ്സ് ഉള്ളത് കൊണ്ട് 4 സിംഗിൾട്ടൺ സബ്സെറ്റ്സ് കിട്ടും. ഇനി നമ്മൾ എടുക്കേണ്ടത് രണ്ട് എലമെന്റ്സ് വരുന്ന സബ്സെറ്റ്സ് ആണ്. രണ്ട് എലമെന്റ്സ് വരുന്ന സബ്സെറ്റ്സ് ഏതൊക്കെയായിരിക്കും? സെറ്റ് 1, 2, സെറ്റ് 1, 3, സെറ്റ് 1, 4, സെറ്റ് 2, 3, സെറ്റ് 2, 4, ദെൻ സെറ്റ് 3, 4. ഇതൊക്കെയാണ് 2 എലമെന്റ്സ് വരുന്ന സബ്സെറ്റ്സ്. ഓക്കെ, അതുപോലെ ഇരിക്കുന്ന 6 സബ്സെറ്റ്സ് ഉണ്ട്. നൾ സെറ്റ് വരും, സിംഗിൾട്ടൺ സെറ്റ്സ് 4 വരും, 2 എലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന സബ്സെറ്റ്സ് 6 ഉണ്ടാകും. ഇനി നമ്മൾ എടുക്കേണ്ടത് എന്താ? 3 എലമെന്റ്സ് വരുന്ന സബ്സെറ്റ്സ് ആണ്. അത് ഏതൊക്കെയായിരിക്കും? സെറ്റ് 1, 2, 3, സെറ്റ് 1, 2, 4, സെറ്റ് 1, 3, 4 ആൻഡ് സെറ്റ് 2, 3, 4. 4 സബ്സെറ്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് 3 എലമെന്റ്സ് അടങ്ങുന്ന സബ്സെറ്റ്സ്. സെറ്റ് 1, 2, 3, സെറ്റ് 1, 2, 4, സെറ്റ് 1, 3, 4 ആൻഡ് സെറ്റ് 2, 3, 4. ഇനി ഒരു സബ്സെറ്റും കൂടി ബാക്കിയുണ്ട്. അതേതാ? സെറ്റ് 1, 2, 3, 4. ഇപ്പോൾ ഇവിടെ നോക്കി എത്ര സബ്സെറ്റ്സ് ഉണ്ട്? ഒന്നെണ്ണി നോക്കി. 16. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഇസ് 16. ഇപ്പോൾ ഈ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ടേബിളിലേക്ക് മാറ്റാം. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. ഓക്കെ, 0, 1, 2, 3, 4. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇസ് 0, 1, 2, 3, 4. Number of subsets. If n of a is 0, what is number of subsets? 1. When n of a is 1, number of subsets is 2. When n of a is 2, number of subsets is 4. When n of a is 3, number of subsets 8. When n of a is 4, what is number of subsets? 16. Suppose n of a is 5. What is number of subsets? കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? 2, 4, 4 into 2, 8 into 2. അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും? തൊട്ട് മുന്നേ ഇരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത നമ്പർ കിട്ടുന്നത്. അതായത് 1 into 2, 2 into 2 is 4, 4 into 2 is 8, 8 into 2 is 16. ഓക്കെ, ഈ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 1, 4 is 2 raised to 2, 8 is 2 raised to 3, 16 is 2 raised to 4. 1നെ എങ്ങനെ എഴുതാം? 2 raised to 0. 1 is equal to 2 raised to 0, 2 raised to 1, 4 is 2 raised to 2, 8 is 2 raised to 3, 16 is 2 raised to 4. അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റിൻ്റെ അകത്ത് n എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, സെറ്റിൻ്റെ അകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ വാട്ട് ഇസ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ? ഇവിടെ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടൂലേ? ഇവിടെ 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2 raised to 3, 4 എലമെന്റ്സ് ആണ് ഇരിക്കുന്നതെങ്കിൽ 2 raised to 4, n എലമെന്റ്സ് ഉണ്ടെങ്കിലോ 2 raised to n. So if a set A has n elements, number of subsets equal to 2 raised to n. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എ ഹാസ് n elements, then number of subsets of A is equal to 2 raised to n. ഓക്കെ, നമുക്കിവിടെ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യാനുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. നമുക്ക് അതും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, ദെൻ സബ്സെറ്റ്സ് ഓഫ് എ ആർ. ഇതൊക്കെ നമ്മൾ നേരത്തെ എഴുതിയതാണല്ലേ? ഇഫ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, സബ്സെറ്റ്സ് ആർ. ഇതൊക്കെ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വെൻ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, ദർ ഇസ് 1 empty set. Number of subsets with 1 element is 2. Number of subsets with 2 elements is 1. Okay. When n of a is 3, number of elements is 3. Number of subsets with 0 element is 1. Number of subsets with 1 element is 3. Number of subsets with 2 elements is 3. Number of subset with 3 elements is 1. ഇവിടെ പറയുന്ന നമ്പർ ഒന്ന് ശ്രദ്ധിക്കണേ. 1, 3, 3, 1. ഓക്കെ, ഇവിടെ വന്ന നമ്പർ ഇതായിരുന്നു 1, 2, 1, 1, 2, 1, 1, 3, 3, 1. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഈ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം, എന്നിട്ട് ജനറലൈസ് ചെയ്യാം. 4 എലമെന്റ്സ് വരുന്ന സെറ്റ്. എയുടെ സബ്സെറ്റ്സ് നമുക്കറിയാം. നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 0 എലമെന്റ് ഇസ് 1. നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 1 എലമെന്റ് ഇസ് 4. നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 2 എലമെന്റ്സ് ഇസ് 6. Number of subsets with 3 elements is 4. Number of subsets with 4 element is 1. ഇപ്പോൾ ഇവിടെ വരുന്ന നമ്പർ ഏതാ? 1, 4, 6, 4, 1. ഓക്കെ, 1, 4, 6, 4, 1. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച നമ്പേഴ്സിൻ്റെ ഒരു പാറ്റേൺ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്.
1 2 1. 2 എലമെന്റ് വന്നപ്പോൾ നമുക്ക് കിട്ടിയ പാറ്റേൺ ഇതാണ് 1 2 1. സെറ്റിന്റെ അകത്ത് 3 എലമെന്റ്സ് ഉണ്ടായപ്പോൾ നമുക്ക് കിട്ടിയ പാറ്റേൺ ഇതാണ് 1 3 3 1. ഇവിടെയോ 4 എലമെന്റ്സ് വന്നാലോ 1 4 6 4 1. ഞാൻ ഇതിന്റെ തൊട്ട് മുകളിൽ വരുന്ന 2 ലൈനും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഒരു എലമെന്റ് വന്നാൽ ഇതുപോലെ ഉണ്ടാകും. 0 എലമെന്റ്സ് ഉള്ള സെറ്റ്, നൾ സെറ്റിന്റെ സബ്സെറ്റ്സ് ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് ഈ 1. ഇനി 5 വന്നാൽ എങ്ങനെയായിരിക്കും വരിക, ആ ഒരു ലൈനും കൂടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. 1 + 3 4, 3 + 3 6, 3 + 1 4. അതുപോലെയാണ് അടുത്ത റോ കണ്ടുപിടിക്കേണ്ടത്. 1 + 4 is 5, 4 + 6 is 10, 6 + 4 is 10, 4 + 1 is 5. ആദ്യം അവസാനം 1 ഉണ്ടാകും. അപ്പം അടുത്ത ലൈനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതിക്കൂടെ? 1 6 15 20 15 6 1. അതാണ് അടുത്ത റോ. അപ്പം ഈ പാറ്റേൺ ഇതുപോലെ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ ഏത് പോളിഗണിനെ പോലെയായിരിക്കുന്നേ? നോക്കിയേ, ഇത് ഏത് പോളിഗണാ? ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന് നമ്മളൊരു പ്രത്യേക പേര് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലേ? ഏതാ അത്? പാസ്കൽസ് ട്രയാങ്കിൾ. പാസ്കൽസ് ട്രയാങ്കിൾ. താര കണ്ടുപിടിച്ചത് ബ്ലേസ് പാസ്കൽ. ഓക്കെ, ഇതാണ് ബ്ലേസ് പാസ്കൽ. 1623 1666 ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മാത്തമാറ്റീഷ്യനാണ് ബ്ലേസ് പാസ്കൽ. 1626 അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചുപോയി. ചെറുതിലെ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, ടാക്സ് കളക്ടറായിരുന്നു. അപ്പോൾ ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരുമായിരുന്നു അച്ഛന്. അച്ഛന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് പാസ്കൽ ഒരു കാൽക്കുലേറ്റർ സ്വയം നിർമ്മിച്ചു. ടാക്സ് കളക്ടർ ആയതുകൊണ്ട് ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യാനുണ്ടായിരുന്നു. രാത്രിയിടെ ഇരുന്ന് അച്ഛൻ കഷ്ടപ്പെടുന്നത് കണ്ട് പാസ്കൽ തൻ്റെ 17ാമത്തെ വയസ്സിലാണ് കാൽക്കുലേറ്റർ നിർമ്മിച്ചത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വളരെ ജീനിയസ് ആയിരുന്നു പാസ്കൽ. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ പെടുന്ന ഒരു ടോപ്പിക്കാണ് കോണിക് സെക്ഷൻസ്. നമ്മളിത് 11th ചാപ്റ്ററിൽ പഠിക്കും. അതുപോലെ പ്രോബബിലിറ്റി തിയറി നമ്മൾ 16th ചാപ്റ്ററിലും സെക്കൻഡ് ഇയർ 13th ചാപ്റ്ററിലും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം പറയാതെ വയ്യ. ഈ ട്രയാങ്കിൾ 200 BC കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മാത്തമാറ്റീഷ്യനായ പിംഗള കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഡയഗ്രാമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മേരു പ്രസ്താര. അദ്ദേഹത്തിന്റെ ബുക്കിലാണ് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ചന്തശാസ്ത്ര എന്ന് പറയുന്ന ബുക്കാണത്. ഓക്കെ, അദ്ദേഹം കണ്ടുപിടിച്ചതപ്പോഴാണ് 200 BC. പക്ഷേ ട്രയാങ്കിൾ അറിയപ്പെടുന്നത് പാസ്കലിന്റെ നെയിമിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് പ്രോപ്പർ സബ്സെറ്റ്. ലെറ്റ് എ ആൻഡ് ബി ബി two sets. If A is a subset of B and A is not equal to B, ശ്രദ്ധിച്ചോളേ, A is subset of B and A is not equal to B, then A is called a proper subset of B. അപ്പോൾ A proper subset ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? A subset of B ആവണം, പക്ഷേ A not equal to B ആവണം. Now consider this example. A is equal to set 1 2, B is equal to set 1 2 3. A is a subset of B and A is not equal to B. So A is a proper subset of B. If A is equal to set ABC, then proper subset of A. നമ്മൾ സബ്സെറ്റ് നേരത്തെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഫുൾ സെറ്റ് എഴുതാണ്ടിരുന്നാൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് പ്രോപ്പർ സബ്സെറ്റ്. നൾ സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്സ്, സബ്സെറ്റ്സ് വിത്ത് 2 elements. ഇത്ര മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പോൾ എത്ര പ്രോപ്പർ സബ്സെറ്റ്സ് ആണ് ഉള്ളത്? 7. നമ്മൾ നേരത്തെ കണ്ടത് 8 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് 8. ടോട്ടൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഇസ് 7. അതെങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? 2⁻³ - 1. 2⁻³ is 8. 8 - 1 is 7. ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും അല്ലേ? ഇഫ് A has n elements, then number of proper subsets of A is equal to 2⁻n - 1. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളേ, 2⁻n - 1. If a set A has 6 elements, then what is the number of proper subsets of A? 2⁻6 - 1. That is equal to 64 - 1, 63. Total number of subsets is 64. Total number of proper subsets is 64 - 1 equal to 63. ഇവിടെ ഒരു സെറ്റ് A എടുത്തിട്ടുണ്ട്. അതിൻ്റെ സബ്സെറ്റ്സിനെ ഞാൻ ഇതുപോലെ സെറ്റിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ? കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. ഓക്കെ, കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ ഓർ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. അതുപോലെ ഇതിൻ്റെ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് നമുക്ക് നോക്കാം. ദിസ് ഇസ് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ സെറ്റ്. എല്ലാ സബ്സെറ്റ്സിനെയും സെറ്റിൻ്റെ അകത്താണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ സെറ്റിന് ഒരു പ്രത്യേക പേരുണ്ട്. അതെന്താണെന്ന് അറിയാവോ? പവർ സെറ്റ്. പവർ സെറ്റ് ഓഫ് എ സെറ്റ് എ.
The collection of all subsets of a set A is called the power set of A. What is power set? Collection of all subsets of A. Set of all subsets of A is called power set of A. And it is denoted by P of A, power set of A. In P of A, every element is a set. P of A എന്ന് പറയുന്നത് ഒരു സെറ്റാണ്. അതിൻ്റെ എലമെൻസിൻ്റെ ഫോം എന്തായിരിക്കും? സെറ്റാണ്. P of A is the set of all subsets. നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ നോക്കിയ എക്സാമ്പിൾ തന്നെയാണ്. ഇത് നോട്ടിൽ എഴുതിയാൽ മതി, ആ പേജ് നോട്ടിൽ എഴുതണമെന്നില്ല. If A is equal to set 1, 2, then P of A, power set of A is equal to set null set, set 1, set 2, set 1, 2. If A is equal to set x, y, z, then power set of A is equal to set null set, set x, set y, set z, set x, y, set x, z, set y, z, and set x, y, z. Set of all subsets of A is the power set of A. If A consists n elements, then its power set consists 2 raised to n elements. എന്തുകൊണ്ടാ? Aൻ്റെ അകത്ത് n elements ഉണ്ടെങ്കിൽ number of subsets എന്താ? 2 raised to n. So, in power set, there are 2 raised to n elements. So, if set A consists n elements, then its power set consists 2 raised to n elements. നോട്ട് ചെയ്ത് വെച്ചോളണം, പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. If n of A is n, then n of P of A is 2 raised to n. If number of elements in a set A is n, then number of elements in its power set is 2 raised to n. ഇനി പ്രോബ്ലം സെക്ഷൻ ആണ്. ഫസ്റ്റ് വൺ, കൺസിഡർ ദ സെറ്റ്സ്. null set A is equal to set 1, 3, B equal to set 1, 5, 9, C equal to set 1, 3, 5, 7, 9. Insert the symbol subset or not a subset between each of the following pair of sets. First one, null set dash B. Second one, A dash B. Third one, A dash C. Fourth one, B dash C. തന്നിരിക്കുന്ന സെറ്റ്സിനെ കമ്പയർ ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താ? null set is a subset of any set. So null set is a subset of B. ഇനി എയും ബിയും ഒന്ന് കമ്പയർ ചെയ്തേ. എയുടെ അകത്ത് 1, 3. ഓക്കെ, ഇവിടെയോ 1, 5, 9. 3 not belongs to B. So A is not a subset of B. ഇപ്പോൾ ഇവിടെ ഇൻസെർട്ട് ചെയ്യേണ്ട സിമ്പിൾ ഏതാ? not a subset. Now A, C, compare A and C. A is set 1, 3. C is set 1, 3, 5, 7, 9. 1, 3 belongs to C. So A is a subset of C. ഇനി ബിയും സിയും കമ്പയർ ചെയ്ത് നോക്കിയോ. 1, 5, 9. Here we have 1, 5, 9. So clearly B is a subset of C. എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലേ? So first one, null set is a subset of B. Second one, null set is a subset of B since empty set is a subset of every set. Now A is not a subset of B because 3 belongs to A, 3 not belongs to B. A is subset of C because every element of A is an element of C. Fourth one, B is a subset of C since each element of B is also an element of C. Second one, let A equal to set A, E, I, O, U and B equal to set A, B, C, D. Is A is a subset of B? Is B is a subset of A? എയും ബി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എയുടെ അകത്തിരിക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാ? എ, ഇ, ഐ, ഒ, യു. ഈ എലമെൻറ്റ്സ് എല്ലാം ബീൻ്റെ അകത്തുണ്ടോ? ഇല്ല. സോ എ ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. Now B consists A, B, C, D. Now A consists A, E, I, O, U. ഈ എലമെൻറ്റ്സ് എയുടെ അകത്ത് വരുന്നുണ്ടോ? ഇല്ല. So B is not a subset of A. Okay, A is not a subset of B since E belongs to A and A is not belongs to B. ഇത് ഒരു എലമെൻറ്റ് ഇല്ല എങ്കിൽ കൂടി നമുക്ക് A is not a subset of B എന്ന് പറയാൻ പറ്റും. Okay, B is not a subset of A since B belongs to B but B is not belongs to A. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അതിന് 1-2 എക്സാമ്പിളും കൂടി ഞാൻ ഇവിടെ എടുക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിട്ട് കേൾക്കണം. ഇഫ് A equal to set 1 and B is equal to set 1, 2, 3, then clearly A is a subset of B because 1 belongs to A and that 1 is also in B. ഇവിടുത്തെ എല്ലാ എലമെൻറ്റും ബിൻ്റെ അകത്തുണ്ട്. സോ A is a subset of B. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാൻ പോവാന്ന്, ശ്രദ്ധിച്ചിട്ട് കേട്ടോളണം. If A is equal to set 1 and B is equal to set 1, 2, 3. ഓക്കെ, ബീൻ്റെ അകത്ത് വരുന്ന എലമെൻറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ബീൻ്റെ അകത്ത് വരുന്ന എലമെൻറ്റ്സ് set 1, 2, 3. Number of elements in B is 3. Elements are set 1. ഇത് ഒരു എലമെൻ്റ് ആണ്. നമ്മൾ എക്സ് എന്ന് എഴുതുന്ന പോലെ ഇരിക്കുന്ന ഒരു എലമെൻ്റ് ആണ്. set 1, 2, 3. ഓക്കെ, ഇപ്പോൾ എയും ബിയും തമ്മിൽ റിലേഷൻ എന്തെന്ന് പറയാൻ പറ്റുമോ?
എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എഴുതാൻ പറ്റുമോ ഇതുപോലെ? ഇല്ല. എ ഈസ് ആൻ എലമെന്റ് ഓഫ് ബി. ഈ എലമെന്റ് ഇവിടെയുണ്ട്. സെറ്റ് 1 ഈസ് ആൻ എലമെന്റ് ഓഫ് ബി. സെറ്റ് 1 ഈസ് ആൻ എലമെന്റ് ഓഫ് ബി. ഇതുപോലെ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. സോ എ ഈസ് ആൻ എലമെന്റ് ഓഫ് ബി. എ ബിലോങ്സ് ടു ബി. അപ്പോൾ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഇവിടെ 1, ഇതിൻ്റെ അകത്ത് 1 ആണെങ്കിൽ എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. ഇവിടെ ഇരിക്കുന്നത് സെറ്റ് 1, ബിൻ്റെ അകത്തിരിക്കുന്ന ഒരു എലമെന്റ് സെറ്റ് 1. സോ എ ഈസ് ആൻ എലമെന്റ് ഓഫ് ബി. ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, B is equal to set 1, 2, C equal to set 1, 2, 3. Now here A belongs to B and A belongs to C. Okay, A belongs to B and clearly B is a subset of C. ഇവിടുത്തെ എലമെന്റ്സ് എല്ലാം C ൻ്റെ അകത്തുണ്ട്. സെറ്റ് 1, 2 ആണ് ഇവിടെ ഇരിക്കുന്ന എലമെന്റ്സ്. ആ എലമെന്റ്സ് C ൻ്റെ അകത്തുണ്ട്. So B is a subset of C. But A is not a subset of C. A is an element of C. A is not a subset of C. അതിൻ്റെ കാരണം എന്താ? 1 is an element of A, but that 1 is not in C. 1 സിയുടെ എലമെന്റ് അല്ല. സിയുടെ എലമെന്റ് എന്താ വന്നത് ഇവിടെ? സെറ്റ് 1. So A belongs to B. B is a subset of C, but A is not a subset of C. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, സബ്സെറ്റ്സ്. A set A is said to be a subset of B if every element of A is an element of B. Now second one, number of subsets. If a set A consists of n elements, then number of subsets is 2 raised to n. Now proper subsets. A is said to be a proper subset of B if A is subset of B and A is not equal to B. Number of proper subsets. If a set A has n elements, number of proper subsets is 2 raised to n minus 1. Powerset. Set of all subsets of a set A is called power set of A. If A consists n elements, power set of A consists 2 raised to n elements. Now next is superset. Okay, if A is a subset of B, then B is called superset of A. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ചെറിയൊരു അസൈൻമെന്റ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ്. First one, if a set A has 3 elements, what is the number of subsets of A? Answer കിട്ടിയല്ലോ. Now second one, if a set B has 4 elements, what is the number of proper subsets of B? Answer എന്താ? Now third one, if A is equal to set X, Y, Z, list all subsets of A. Fourth one, if B is equal to set 2, 3, 5, write the power set of B. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അതുകൊണ്ടാണ് ഈ അസൈൻമെൻറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുക. നോട്ട്സൊക്കെ നന്നായിട്ട് എഴുതിയെടുക്കുക. ബ്ലാക്ക് ബോർഡിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നോട്ട്സായിട്ട് എഴുതണം. നന്നായിട്ട് പഠിക്കുകയും വേണം. താങ്ക് യു.